കുട്ടികളെ നമസ്കാരം. മഹാകവി വള്ളത്തോളിൻ്റെ ഒരരിപ്പിറാവ് എന്ന കവിതയിലെ 25-ാമത്തെയും അവസാനത്തെയുമായ ശ്ലോകം ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. പ്രിയദർശനൻ ആയിട്ടുള്ള ആ പ്രാവ് വീട്ടിൽ അതിഥിയായി വന്നത് മുതൽ കവി അതിനെ ധാരാളം ശ്ലോകങ്ങൾ കൊണ്ട് വർണ്ണിച്ചു. അതിഥിയെ അങ്ങേയറ്റം സൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചു. അവ സ്വീകരിക്കാതെ പ്രാവ് കളസ്വനത്തിൽ വിട പറഞ്ഞുവെന്നും കവി പറയുന്നുണ്ട്. പിന്നീട് ഒരു ഉത്തമ ഗൃഹസ്ഥനെ പോലെ സാമാന്യ മര്യാദ ചെയ്യേണ്ട പ്രകാരം അതിനെ യാത്രയാക്കുന്ന രംഗമാണ് ഈ അവസാനത്തെ ശ്ലോകത്തിൽ. നമുക്കതൊന്ന് ചൊല്ലാം. എന്നാലങ്ങനെ എങ്ങു തൃപ്തി തവമേക്ഷിപ്പവർക്ക് ഒട്ടിടയ്ക്കെന്നാലും സുഖമെന്മിഴിക്കരുളിയോരങ്ങക്കിതാ വന്ദനം ചെന്നാശ്വാസമണയ്ക്ക സമ്പ്രതി ഭവൽ പ്രത്യാഗമം കാത്തിരിക്കുന്ന ആത്മീയ കുടുംബകത്തിനിതുതാൻ അത്രേ ഗൃഹസ്ഥവ്രതം. ഇതിൻ്റെ അന്വയം: എന്നാൽ അങ്ങനെ തവമെയ് ഈക്ഷിപ്പവർക്ക് എങ്ങ് തൃപ്തി, എന്നാലും ഒട്ടിടയ്ക്ക് എൻ മിഴികൾക്ക് സുഖം അരുളിയ അങ്ങയ്ക്ക് ഇതാ വന്ദനം. സമ്പ്രതി ഭവൽ പ്രത്യാഗമം കാത്തിരിക്കുന്ന ആത്മീയ കുടുംബകത്തിന് അങ്ങ് ചെന്ന് ആശ്വാസം അണയ്ക്ക. ഗൃഹസ്ഥവ്രതം അതുതാൻ അത്രേ. എന്നാൽ അങ്ങനെ എന്നത് വിട പറയുന്നതിൻ്റെ ശൈലിയാണ്. മറ്റുള്ള ആൾ, അതായത് അതിഥി പറയുന്നതിനോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ട് പറയുന്ന വാക്കാണ് ഇത്. കവിക്ക് ആ പ്രാവ് അവിടെ കുറച്ചു നേരം കൂടി നിൽക്കണമെന്ന് മോഹമുണ്ട്. പക്ഷേ അത് നടക്കില്ല. പക്ഷി പോവുകയാണ്. അപ്പോൾ സ്വയം സമാധാനിക്കുകയാണ്. അങ്ങയുടെ മെയ്യ് ശരീരം ഈക്ഷിപ്പവർക്ക്, നോക്കിക്കാണുന്നവർക്ക് മതിയാവൽ, അതായത് തൃപ്തിയാവൽ എന്നതുണ്ടാവില്ല. കാരണം അത്ര ഭംഗിയാണല്ലോ. ഇനിയും കാണണം, കുറച്ചു നേരം കൂടി കാണണം എന്നൊരു തോന്നൽ ഉണ്ടാവുക സ്വാഭാവികമാണ്. അത്രയും സൗന്ദര്യം. പക്ഷേ കവി സമാധാനിക്കുകയാണ്. എന്ത്? ഒട്ടിടയ്ക്ക്, കുറച്ച് നേരത്തേക്ക് എങ്കിലും എൻ്റെ മിഴികൾക്ക്, എൻ്റെ കണ്ണുകൾക്ക് സുഖം തന്ന, സന്തോഷം തന്ന അങ്ങേക്ക് ഇതാ വന്ദനം, ഇതാ നമസ്കാരം, നമസ്കാരം. പക്ഷിക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ല എന്ന് കവിക്ക് ആലോചിച്ചാൽ അറിയാം. അതിനാൽ പറയുകയാണ്, സമ്പ്രതി പറഞ്ഞാൽ ഇപ്പോൾ, ഭവാൻ അങ്ങ്, കുടുംബകത്തിന്, ഭാര്യയും കുട്ടികളും അടങ്ങുന്ന ചെറിയ കുടുംബം, അതാണ് കുടുംബകം. ആ കുടുംബ അംഗങ്ങൾക്ക് ആശ്വാസം, അതായത് ദുഃഖം മാറിയത് കൊണ്ട് ഒരു മനസ്സമാധാനമാണ് ആശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ആ ആശ്വാസം അണയ്ക്കുക എന്ന് പറഞ്ഞാൽ എത്തിച്ചു കൊടുക്കുക. അതാണ് ഈ പ്രാവിനോട് കവി പറയുന്നത്. അതായത് ആ പക്ഷി അവിടുന്ന് വീട്ടിൽ നിന്ന് പോന്നിട്ട് കുറച്ച് നേരമായി ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ, അമ്മയും കുട്ടികളും അവിടെ കാത്തിരിക്കവും, അപ്പോൾ അവർക്ക് ആശ്വാസം പകരാൻ വേണ്ടി വീട്ടിലേക്ക് തന്നെ പോയിക്കോളൂ, തിരക്ക് പിടിച്ച് അതാവും പോവുണ്ടാവുക, പോയിക്കോളൂ, കാരണം അതുതാനത്രേ, അതുതന്നെയാണല്ലോ ഗൃഹസ്ഥവ്രതം, ഗൃഹസ്ഥൻ്റെ വ്രതം. ഗൃഹസ്ഥൻ എന്ന് പറഞ്ഞാൽ കുടുംബമായിട്ട് കഴിയുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ വ്രതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്ക് ശരീരം, വാക്ക്, മനസ്സ് എന്നീ ത്രിവിധ കാരണങ്ങളെ കൊണ്ടുള്ളതും
അനന്യപരമായിട്ടുള്ള സേവയോടുകൂടിയതുമായ നിഷ്ഠയാണ് വ്രതം എന്ന് പറയുന്നത്. അത് ഒരു ജീവിത രീതി. അപ്പോൾ അങ്ങനത്തെ ആ ശ്രമിയുടെ കർമ്മത്തിന് വേണ്ടിയിട്ട് നീ പൊയ്ക്കോളൂ എന്ന് പറയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ശരി പ്രാവേ, നീ പൊയ്ക്കോളൂ, കണ്ട് തൃപ്തിയാവൽ എന്തായാലും ഉണ്ടാവില്ല, കുറച്ച് നേരത്തെങ്കിലും ഇവിടെ വന്നിരുന്നതിൽ വലിയ സന്തോഷമുണ്ട്, നമസ്കാരം. നീ വീട്ടിൽ ഇപ്പോൾ തന്നെ പോയി അവിടെ നിന്നെയും കാത്തിരിക്കുന്ന ആ കുടുംബാംഗങ്ങൾക്ക് മനസ്സുഖം പകർന്നു കൊടുത്തോളൂ. അത് തന്നെയാണ് ഉത്തമനായ ഒരു ഗൃഹസ്ഥാശ്രമിയുടെ കടമ. കുട്ടികളെ, ഒരു മനോഹരമായ അരിപ്പിറാവിനെ മുൻനിർത്തി നമ്മൾക്ക് ആതിഥേയന്മാരുടെ മര്യാദകൾ പഠിപ്പിച്ചു തരികയാണ് കവി ഈ കവിത വഴി ചെയ്യുന്നത്. ഇതാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഉള്ള ഒരു ഗുണപാഠം. ഇപ്പോൾ വിദ്യാർത്ഥികളായ ബ്രഹ്മചാരികളാണല്ലോ. ഈ ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ ലിംഗഭേദം ഇല്ല കേട്ടോ, ആൺകുട്ടിയായാലും ശരി പെൺകുട്ടിയായാലും ശരി. നിങ്ങൾ അധികം താമസിക്കാതെ ഒരു ജോലിയൊക്കെ ആയി ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കും. അപ്പോൾ ചെയ്യേണ്ടതായ പെരുമാറ്റച്ചട്ടങ്ങളാണ് ഇതിൽ നിന്ന് കാണിച്ചു തരുന്നത്. ഇത് നിങ്ങൾക്ക് സ്കൂളിലോ കോളേജിലോ ഉള്ള വിദ്യാഭ്യാസത്തിൽ നിന്ന് അവിടെ പഠിപ്പിക്കുന്നില്ല. ഇത് നിങ്ങൾ സ്വയം പഠിക്കേണ്ടതാണ്. അപ്പം അത് ഓരോ ശ്ലോകങ്ങളും വളരെ മനസ്സിരുത്തി പഠിച്ചാൽ, ഈ ഒരു ദൃഷ്ടികോണത്തിൽ കൂടെ ഈ ശ്ലോകങ്ങൾ ഒന്നും കൂടി നോക്കിക്കണ്ട് പഠിച്ചാൽ നന്നായിരിക്കും. നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. എന്നാലങ്ങനെ എങ്ങു തൃപ്തി തവമയീക്ഷിപ്പവർ കൊട്ടിടയ്ക്കെന്നാലും സുഖമെന്നിഴിക്കരുളിയോരങ്ങക്കിതാ വന്ദനം. ചെന്നാശ്വാസമണയ്ക്ക സമ്പ്രതിഭവൽ പ്രത്യാഗമം കാത്തിരിക്കുന്ന ആത്മീയ കുടുംബകത്തിനിതുതാനത്രേ ഗൃഹസ്ഥാശ്രമം ഗൃഹസ്ഥവ്രതം. ഖണ്ഡകാവ്യങ്ങളിലും മഹാകാവ്യങ്ങളിലൊക്കെ ഓരോ സർഗത്തിലും അവസാന ശ്ലോകം ഒരു വേറെ വൃത്തത്തിലായിരിക്കും. അപ്പോൾ ആ ഭാഗം കഴിഞ്ഞു എന്ന് പെട്ടെന്ന് അറിയാനും മറ്റുമായിരിക്കണം. ഇപ്പോൾ 24 ശ്ലോകങ്ങൾ ഇവിടെ വസന്തമാലികയായിരുന്നു. ഈ അവസാനത്തേത് ശാർദൂല വിക്രീഡകം എന്ന വൃത്തത്തിലാണ് രചിച്ചിട്ടുള്ളത്. 12 മസയം സതന്ത ഗുരുവും ശാർദൂല വിക്രീഡിതം എന്നാണ് ലക്ഷണം. കൂടുതൽ വൃത്തത്തിനെ പറ്റി അറിയണമെങ്കിൽ വൃത്തമഞ്ജരി നോക്കുക. ARൻ്റെ പുസ്തകം, അത് നേരത്തെ പറഞ്ഞതാണ്. ദ്വിതീയാക്ഷരപ്രാസം ഇതിലും അദ്ദേഹം ദീക്ഷിച്ചിട്ടുണ്ട്. ഇതിലുള്ള 24 വസന്തമാലിക ശ്ലോകങ്ങൾ അത് പഠിച്ചിരുന്നാൽ മാത്രം പോരാ. ഇത് അക്ഷരക്രമത്തിൽ, അതായത് അകാരാദി ക്രമത്തിൽ എഴുതി വെച്ചാലാണ് വേറെ ഒരു നോട്ട് പുസ്തകത്തിൽ എഴുതി വയ്ക്കുക. അപ്പോഴാണ് വേണ്ട സമയത്ത് ഒട്ടും കാലതാമസമില്ലാതെ, ഇടതടവില്ലാതെ എന്നർത്ഥം, എടുത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം അക്ഷരശ്ലോക സദസ്സുകളിലൊക്കെ പങ്കെടുക്കുന്നവർ അങ്ങനെ ചെയ്താൽ ഓർമ്മ വരാനും എളുപ്പം ചെല്ലാനൊക്കെ പറ്റും എന്നുള്ള അനുഭവസ്ഥർ പറയുന്നുണ്ട്. അത് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം.